ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു, പ്രതീക്ഷിക്കണു. തുടക്കം തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. അതായത് ഈ വിഷയത്തെ കുറിച്ചിട്ട്, ഈ പ്രസവത്തെ കുറിച്ച് ഭയങ്കരമായ നോളജോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല കേട്ടോ. പക്ഷെ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുള്ള, ഈ കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന, എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ചുള്ള ചെറിയ ധാരണകൾ എനിക്കുണ്ട്. ആ ചെറിയ ധാരണകളെ കുറിച്ച് വളരെ ആത്മാർത്ഥമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ ഭാഗത്ത് നിന്ന് വല്ല തെറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കൂ, തിരുത്തി തരൂ. അതായത് ആ, ഒരു അമ്മയാവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവര് അമ്മയാവുമ്പോൾ അവർക്ക് സന്തോഷം എന്നുള്ള വികാരം ഒബ്വിയസ് ആയിട്ട് വരും. പക്ഷേ ഈ സന്തോഷം എന്നുള്ള ആ വികാരം മാത്രമായിരിക്കില്ല മനസ്സിന്റെ അകത്ത് ഉണ്ടാവുക. സന്തോഷം എന്നുള്ള ആ വികാരത്തിന്റെ കൂടെ വേറെയും ഇമോഷൻസ്, മിക്സഡ് ആയിട്ടുള്ള ഇമോഷൻസ് വരും. കൺസേൺസ് ഉണ്ടാവും, ടെൻഷൻസ് ഉണ്ടാവും. കാരണം ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ലോങ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ലൈഫ് സ്റ്റൈൽ തന്നെ മാറുന്ന ഒരു കാര്യമാണ്. ഈ പ്രഗ്നന്റ് ആവുന്നതിന് മുമ്പ് വരെയുള്ള ലൈഫ് സ്റ്റൈല് ആയിരിക്കില്ലല്ലോ പ്രഗ്നന്റ് ആയതിന് ശേഷം. എന്തൊക്കെ കാര്യങ്ങൾ മാറും, എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിന്റെ അകത്തേക്ക് വരും. അതായത് നമ്മൾ നമ്മളെ മാത്രം ടേക്ക് കെയർ ചെയ്താൽ പോരല്ലോ. അങ്ങനെ ഒരു സാഹചര്യം അല്ലല്ലോ. വയറ്റിലിരിക്കുന്ന കുഞ്ഞിനെയും ടേക്ക് കെയർ ചെയ്യണം. നമ്മുടെ മാനസിക ആരോഗ്യത്തിനും ശാരീരിക ആരോഗ്യത്തിനും പ്രാധാന്യം കൊടുക്കണം. ഉള്ളിലുള്ള ആളെ കുറിച്ചും നമ്മൾ കൺസേൺഡ് ആയിരിക്കണം. ഈ ഉറക്കം ശ്രദ്ധിക്കേണ്ടി വരും, കിടക്കുന്ന പൊസിഷൻ ശ്രദ്ധിക്കേണ്ടി വരും, ആഹാരം ശ്രദ്ധിക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ. മൂഡ് സ്വിങ്സ് എന്ന് പറയുന്ന സംഗതി, ചില ആൾക്കാര് ഈ മൂഡ് സ്വിങ്സിനെ മേഷിങ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഈ എല്ലാ മനുഷ്യന്മാർക്കും മൂഡ് സ്വിങ്സ് എന്നുള്ള വിഷയമുണ്ട്. ബട്ട് ഈ പ്രഗ്നന്റ് ആയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മൂഡ് സ്വിങ്സ് വരുന്ന സമയത്ത് അവർക്ക് അതൊരു എക്സ്ട്രാ. അപ്പൊ അവർ അതിനെയൊക്കെ തരണം ചെയ്തിട്ട് വേണം മുമ്പോട്ട് പോവാൻ. പറഞ്ഞു വന്നതിന്റെ അർത്ഥം, ഈ അഖിൽമാരാര് വളരെ കാഷ്വൽ ആയിട്ട്, എനിക്ക് അയാളോട് വിരോധമോ വൈരാഗ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. പല കാര്യത്തിലും ഞാൻ അയാളെ സപ്പോർട്ട് ചെയ്തിട്ടും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുള്ളി പറയുമ്പോൾ ഒരു തരത്തിലും യോജിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതായത് വളരെ കാഷ്വൽ ആയിട്ട്, റോ ആയിട്ട്, സിമ്പിൾ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. വളരെ എൻജോയ് ചെയ്തിട്ട് പണ്ടുള്ള ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്ന സംഭവമാണ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ഇത് കേട്ടപ്പോ എനിക്ക് അങ്ങനെ ഒരു അയ്യോ എന്നുള്ളൊരു സാധനമാണ് തോന്നിയത്. ബിക്കോസ് ഒരുപാട് ആൾക്കാർക്ക് ഹേർട്ട് ആവാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ്. അത്ര സിംപ്ലിഫൈ ചെയ്ത് വളരെ ജനറലൈസ് ചെയ്തിട്ടൊക്കെ പറയുമ്പോൾ എല്ലാ ആൾക്കാർക്കും കേൾക്കുമ്പോൾ ഇത് സുഖമൊന്നും ഉണ്ടാവത്തില്ല. കാരണം ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിട്ട് അറിയാം അവരെന്തൊക്കെ കാര്യങ്ങൾ ഗോ ത്രൂ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഇത് ഗോ ത്രൂ ചെയ്തിട്ടുള്ള ആൾക്കാർക്കും അറിയാം, ഇവരെ ടേക്ക് കെയർ ചെയ്തിട്ടുള്ള ആളുകൾക്കും അറിയാം. അതായത് അവരുടെ എക്സ്പീരിയൻസ് നേരിട്ട് കണ്ടിട്ടുള്ള ആളുകൾക്കും ഇത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇതിലൊരു എൻജോയ്മെന്റും ഇല്ല. ഈ സന്തോഷം എന്നുള്ള വികാരം മനസ്സിലുണ്ടെങ്കിലും ഒരുപാട് കൺസേൺസും ടെൻഷൻസും. ഈ 10 മാസം എന്ന് പറയുന്നത് ഒരു 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 കാര്യമുണ്ട്. ഈ 10 മാസേ വയറ്റിലിരിക്കുന്ന സമയത്ത് അയ്യോ എങ്ങനെ കൊണ്ടു നടക്കണം. ഈ വയറ് വീർക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ കിടക്കാനും അല്ലെങ്കിൽ ഒരു റെസ്റ്റ് ഒരു ടൈം വരെയൊക്കെ പറയും ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പൊ അതങ്ങനെ ഒരു പറയുന്ന പോലെ ഒരു പാറ്റേണിൽ പോണം. അതാ ഞാൻ നേരത്തെ പറഞ്ഞു, പ്രഗ്നന്റ് ആവുന്നതിന് മുമ്പ് വരെയുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ട്. നമ്മൾ തോന്നിയ പോലെ ഇഷ്ടത്തിന് നമ്മൾ കളിച്ചൊക്കെ ഇങ്ങനെ നടക്കും. പക്ഷെ നമ്മളെന്ന് പറയും, ഞാൻ ഈ സ്ത്രീകളുടെ കാര്യമാട്ടോ പറയുന്നത്. പ്രഗ്നന്റ് ആയതിനു ശേഷം ഒരുപാട് കാര്യങ്ങളിൽ അവർക്ക് റെസ്ട്രിക്ഷൻ വരും. അല്ലെങ്കിൽ അവരതിന് ഡെഡിക്കേറ്റ് ചെയ്ത് അത് ഈ ഒരു വലിയൊരു പ്രോസസ്സിന്റെ കൂടെ ആ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ പോകേണ്ടി വരുന്നൊരു കാര്യമുണ്ട്. ഒരു തരത്തിലും എളുപ്പമല്ല, ഒരു തരത്തിലും എൻജോയ് ചെയ്യുന്നൊരു കാര്യമല്ല ഈ 10 മാസവും. ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് പ്രഗ്നന്റാ. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഛർദിയും കാര്യങ്ങളൊക്കെ ആക്ച്വലി ഉണ്ട്. സുഖമുള്ള കാര്യമാണോ അത്? ഞാൻ വീണ്ടും പറയുന്നു, ഉള്ളിൽ അമ്മയാവാൻ പോകുന്നതിന് സന്തോഷം ഉണ്ടാവും. പക്ഷെ ഈ പ്രോസസ്സിന്റെ ഉള്ളിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് സിമ്പിൾ അല്ല. എന്റെ ഫ്രണ്ട് തന്നെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ആ ഛർദി തന്നെയാണ് എപ്പോഴും, ഇടയ്ക്കിടയ്ക്ക് തന്നെയാണ് പരിപാടി എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. ഇതിന്റെ ഇടയിൽ ഈ മാനസികാരോഗ്യം, ശാരീരിക ആരോഗ്യം പോലെ തന്നെ പ്രാധാന്യമുള്ള കാര്യമാണ് മാനസികാരോഗ്യം എന്ന് പറയുന്ന സംഗതി. എന്താ പറയാ, ഈ പണ്ട് കാലത്തൊക്കെ എനിക്കറിയില്ല, പണ്ട് കാലത്തൊക്കെ ഈ മാനസികാരോഗ്യത്തിന് പ്രാധാന്യം ഉണ്ടായിരുന്നു. അന്നൊക്കെ
ആൾക്കാർ ഓപ്പൺ ആയിട്ട് പറയൂ, അങ്ങനെ പറയാനുള്ള എന്താണ് സാഹചര്യം പോലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തന്നെ ഇപ്പോഴത്തെ സാഹചര്യം നോക്കുമ്പോൾ തന്നെ ഈ പ്രസവം എന്ന് പറയുന്ന പ്രോസസ്സ് പ്രയാസമേറിയത് തന്നെയാണ്. അത്ര എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒന്നുമല്ല ഇന്നത്തെ സാഹചര്യത്തിൽ മാനസിക ആരോഗ്യത്തിനും പ്രാധാന്യം ഉണ്ടെങ്കിലും ഇപ്പോഴും പല ആൾക്കാർക്കും മാനസികാരോഗ്യത്തിനെ കുറിച്ച് വലിയ ധാരണയില്ല. കുറെ ആൾക്കാർക്ക് ഇപ്പൊ ധാരണയായി, പക്ഷെ അപ്പോഴും ധാരണ ഇല്ലാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. അപ്പൊ പണ്ടത്തെ സാഹചര്യത്തെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കുകയെ, മാനസികാരോഗ്യത്തിന് തീരെ പ്രാധാന്യം ഇല്ലാത്തൊരു സാഹചര്യം അന്ന് ഉണ്ട്. അപ്പൊ അന്നൊക്കെ അവര് എങ്ങനെ അതൊക്കെ തരണം ചെയ്തിട്ടുണ്ടാവും? ഏഹ് എല്ലാ പ്രസവവും ഹെൽത്തി ആയിരുന്നു. ഈ വൈറ്റാട്ടി എന്നുള്ള സെറ്റപ്പ് ഒക്കെ ലൈക്ക് എടോ അമ്മയുടെ ജീവനും പോവാൻ സാധ്യതയുണ്ട്, കുഞ്ഞിന്റെ ജീവനും പോവാൻ സാധ്യതയുണ്ടായിരുന്നു. അന്ന് പ്രസവങ്ങൾ അന്ന് നടന്നിട്ടുണ്ട്, രണ്ടുപേർക്കും ജീവനോടെ സർവൈവ് ചെയ്യാനൊക്കെ പറ്റിയില്ലെന്നല്ല പറയുന്നത്. പക്ഷെ അപ്പോഴും റിസ്ക് ഫാക്ടർ ഹൈ ആയിരുന്നു, റിസ്ക് ഫാക്ടർ ഹെവി ആയിരുന്നില്ലേ? ഒന്നല്ലെങ്കിൽ രണ്ടുപേരും നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഒരാൾ നഷ്ടപ്പെട്ടു ഒരാളെ ജീവൻ, അങ്ങനെ ഒരു സാഹചര്യം അന്ന് ആക്ച്വലി ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ആ സമയത്ത് ഈ കുട്ടി വെളിയിൽ വരുന്ന ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ അന്നത്തെ മാനസികാരോഗ്യത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയായിരുന്നു പണ്ടത്തെ കാലത്തെ. അപ്പൊ ഈ അഖിൽമാരാരി പണ്ടത്തെ കാലത്ത് വളരെ എൻജോയബിൾ ആയിരുന്നു, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഐ ഫീൽ റിയലി സോറി ഫോർ എന്താ പറയാ അന്ന് അങ്ങനെയൊക്കെ പ്രസവിച്ച ആൾക്കാര് ഇപ്പൊ ഈ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പോ ഇനി പ്രസവിക്കാൻ ഇരിക്കുന്ന ആൾക്കാർ കാണുന്ന സമയത്ത് എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ അടുത്ത് പ്രസവിച്ച ആൾക്കാർക്ക് അത് കാണുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ്. അത് അത്ര നിസ്സാരവൽക്കരിച്ച് കണ്ട പോലൊരു സംഗതിയാണ്. ഞാനത് റോസ്റ്റ് ചെയ്ത് പറയുന്ന ഒന്നുമല്ല, പക്ഷെ എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഞാൻ വളരെ ജെന്യൂൻ ആയിട്ട് വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ട് പറയുകയാണ്. സിംപ്ലിഫൈ ചെയ്ത് കാണേണ്ട കാര്യമേ അല്ല ഇത് ഒരു തരത്തിലും. കാരണം ഒരുപാട് കാര്യങ്ങള് ഇപ്പോ സി പല സ്ത്രീകൾക്കും പല തരത്തിലുള്ള അനുഭവങ്ങളാണ്. എല്ലാവർക്കും ഒരേ ഹെൽത്ത് കണ്ടീഷൻ അല്ല, എല്ലാവർക്കും ഒരേ മാനസികമായിട്ടുള്ള ആരോഗ്യമല്ല, എല്ലാവർക്കും ഒരേപോലത്തെ ധൈര്യമല്ല. അപ്പൊ പണ്ട് കാലത്ത് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിട്ട് പ്രസവിച്ചിട്ട് നെല്ലാട്ടാൻ പോയി എന്നൊക്കെ പറയുമ്പോ എനിക്കറിയില്ല അങ്ങനത്തെ ആൾക്കാർ അതൊക്കെ പ്രാക്ടിക്കലി ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. പക്ഷെ എന്ത് തേങ്ങയാണെങ്കിലും അത് ജനറലൈസ് ചെയ്ത് പറയുമ്പോ എല്ലാ സ്ത്രീകളും എന്താണ് ഒരേ ആരോഗ്യത്തിലുള്ളവരാണോ അല്ലെങ്കിൽ ഒരേ മാനസിക ആരോഗ്യത്തിലുള്ളവരാണോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ചിന്തിക്കണം. അപ്പൊ ഒരു കാര്യം പറയുമ്പോൾ ഇപ്പൊ സംഗതി ഏറിപ്പോയതിനു ശേഷം പിന്നെ ഊക്കും റോസ്റ്റും വിമർശനങ്ങളും ഒരു സൈഡിൽ കൂടെ വരുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അഖിൽ മാരാർ ബ്രോ, ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുന്ന വിമർശനം എന്ന് പറയുന്നത് നിങ്ങൾ ഇന്ന് പറയുന്നത് നാളെ മാറ്റി പറയണു എന്നുള്ള രീതിയിലുള്ള വിമർശനം ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. നിങ്ങൾ സത്യത്തിൽ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ സ്നേഹം കൊണ്ട് പറയാം കേട്ടോ, സ്നേഹം കൊണ്ട്. നമ്മളെല്ലാവരും മനുഷ്യരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യേണ്ട ആൾക്കാരാണ്. ഞാൻ സ്നേഹം കൊണ്ട് പറയുന്ന നിങ്ങൾക്ക് ഈ വരുന്ന വിമർശനങ്ങൾ നിങ്ങൾ ജെനുവിൻലി എടുക്കണം. നിങ്ങൾക്ക് വരുന്ന തെറ്റുകൾ നിങ്ങൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ഉദ്ദേശിച്ചത് എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞു പോയത് വേറെന്തോ അല്ലേ, എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞ സംഗതിയോട് എനിക്ക് വലിയ യോജിപ്പില്ല, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ കാര്യം അങ്ങനെ പറയരുതായിരുന്നു എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത്. അത് കേൾക്കുന്ന ആൾക്കാർക്ക് രസിക്കണതല്ലെന്നേ. ഈ ഞാൻ ഈ ദിയാ കൃഷ്ണയുടെയൊക്കെ പ്രഗ്നൻസി വീഡിയോ കാണുന്ന സമയത്ത് അതിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതും എല്ലാം കേസസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ കണ്ട ഒരു വീഡിയോ അതായത് കൊണ്ട് പറയുന്നതാണ്. ഇത് ഫോണിൽ ഇരുന്നിട്ട് അവരുടെ പ്രഗ്നൻസി വീഡിയോ കാണുന്ന സമയത്ത് പോലും എനിക്ക് മിക്സഡ് ഇമോഷൻസ് വന്നേ. എനിക്ക് ടെൻഷൻ വന്നു, എനിക്ക് വെപ്രാളം വന്നു, എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പേടിയും അല്ലെങ്കിൽ വല്ലാത്തൊരു സന്തോഷം എല്ലാം കൂടിയിട്ട് എനിക്ക് വന്നു. ഞാൻ അന്ന് ആ വീഡിയോ ചെയ്തപ്പോൾ അത് എക്സ്പ്രസ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം യെസ്, ഷീ ഈസ് ഹാപ്പി, ഹെർ ഫാമിലി ഈസ് ഹാപ്പി. പക്ഷെ ആ കുട്ടി വരുന്നില്ല. അതായത് ഡേ ബിഫോർ ഉള്ള വീഡിയോ വരെ അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രോസസ് മാൻ, അത് ഇന്നത്തെ കാലത്ത് അവർക്ക് അത്രയും സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു ശുശ്രൂഷ ആക്ച്വലി കിട്ടുന്നു. ഡോക്ടേഴ്സിന്റെ ഭാഗത്ത്, നഴ്സുമാരുടെ ഭാഗത്ത്, അവരുടെ ഫാമിലിയുടെ ഭാഗത്തു നിന്നൊക്കെ അവർക്ക് കിട്ടുന്നു. എന്നിട്ട് പോലും അവരുടെ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് ടെൻഷൻ അടിച്ച്. അപ്പൊ അന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള ഭയങ്കരമായ ടെക്നോളജിക്കലി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മെന്റൽ ഹെൽത്തോ കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യാൻ സാഹചര്യം ഇല്ലാത്ത അന്നത്തെ കാലത്ത് സ്ത്രീകൾ പ്രസവിച്ച കാര്യത്തെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് എൻജോയബിൾ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഒരു തരത്തിലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്നതേ അല്ല.
ഇപ്പൊ ദിയകൃഷ്ണയുടെ കേസ് പറയുമ്പോൾ അത് കാണുമ്പോൾ അവരുടെ പെയിന് നമ്മൾ കണ്ടു. ഏഹ് ഞാൻ കണ്ട കാര്യം പറഞ്ഞിട്ടാ, ഞാൻ വീഡിയോയിൽ അവരുടെ പ്രസവമാണ് ആക്ച്വലി കാണുന്നത്, അതുകൊണ്ടാണ് ഇത് പറയണത്. പെയിൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ഈ പെയിൻ എന്നുള്ളതിനെക്കാട്ടിലും പെയിന് തന്നെ ഭീകര പെയിനായിരിക്കും. പീരീഡ്സിനെക്കാട്ടിലും പീരീഡ്സിന്റെ പെയിൻ തന്നെ വല്ലാത്ത പെയിനാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെക്കാട്ടിലും എത്രയോ ഇരട്ടി പെയിനാണ് പ്രഗ്നന്റ് ഐ മീൻ ഈ കുട്ടി വെളിയിൽ വരുന്ന സമയത്തുള്ളൊരു ആ ഒരു പ്രോസസ്സ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ ഈ പെയിൻ എന്നുള്ളതിനെക്കാട്ടിലുപരി അതിന്റെ കൂട്ടത്തിൽ ഈ ആ ഒരു സമയത്ത് ഇന്നാണ് ഇപ്പൊ ഞാനൊരു സ്ത്രീയാന്ന് വെച്ചോ, ഞാൻ എന്റെ വയറ്റിൽ കുട്ടിയുണ്ട്, ഞാനിപ്പോ നാളെയാണ് ഡെലിവറി ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസത്തെ എന്റെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഭീകരമായിരിക്കും. കാരണം നാളെ എന്തായിരിക്കും, എന്റെ ഹെൽത്ത് എന്തായിരിക്കും, എന്റെ കുഞ്ഞിന്റെ ഹെൽത്ത് എങ്ങനെയായിരിക്കും, ഇത് വെളിയിലേക്ക് വരുന്ന സമയത്ത് ഇത് ഹെൽത്തി ആയിരിക്കുമോ, പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലായിരിക്കും അല്ലേ, എത്രത്തോളം പെയിൻ ഉണ്ടാവും, എന്താ അതെനിക്ക് തരണം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ, എന്തായിരിക്കും ആ പ്രോസസ്സ്, ലൈക്ക് ആ ഒരു സാധനമുണ്ട്. അത് ഇന്നത്തെ സാഹചര്യത്തിലും ഇത്തരത്തിലുള്ള മാനസികമായിട്ടുള്ള ടെൻഷൻസും മിക്സഡ് ആയിട്ടുള്ള ഇമോഷൻസും പരിപാടികളും ഉണ്ടാവും പെയിനിന്റെ കൂട്ടത്തിൽ തന്നെ. അതായത് ആ ഡെലിവറി ടൈമിൽ പെയിനിന്റെ കൂട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഇമോഷൻസും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോ അന്നത്തെ കാലത്ത് ആലോചിച്ച് നോക്കൂ. മാൻ, ഐ റെസ്പെക്ട് വിമൺ, ഗേൾസ്, ഐ റെസ്പെക്ട് ദം. ഞാൻ പറയുന്നത് ഇവിടെ ഊളത്തരം കാണിച്ച് നടക്കുന്ന ആൾക്കാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. വളരെ ജെനുവിൻ ആയിട്ടുള്ള, വളരെ ലോയൽ ആയിട്ടുള്ള, എന്താ പറയാ, മാന്യമായിട്ട് ജീവിച്ചു പോകുന്ന സ്ത്രീകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ മറ്റേ എന്താണ് ക്രൈം നടത്തിക്കൊണ്ട് അങ്ങനത്തെ അല്ല. അപ്പൊ എല്ലാ സ്ത്രീകളെയും എന്ന് പറയാൻ വേണ്ടി പറ്റില്ല, കാരണം ഊളത്തരങ്ങൾ കാണിച്ച് നടക്കുന്ന സ്ത്രീകൾ അപ്പുറത്ത് ആക്ച്വലി ഉണ്ട്. അപ്പൊ അതല്ല ഞാൻ പറയുന്നത്. ഇപ്പുറത്തുള്ള അതല്ലാത്ത മര്യാദയ്ക്ക് ജീവിച്ചു പോകുന്ന സ്ത്രീകളെ ഞാൻ വളരെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ബഹുമാനിക്കുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ അവർ ഗോ ത്രൂ ചെയ്യണം ഈ സമയത്ത്. ഹോർമോണൽ ചേഞ്ചസ്, ഈ പീരീഡ്സ് തന്നെ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നു, ആ സമയത്ത് ഉണ്ടാകുന്ന മൂഡ് സ്വിങ്സ്, പരിപാടികള്, ഹോർമോണൽ ചേഞ്ച്, പലർക്കും ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവുന്നു. ഈ പ്രസവത്തിന്റെ സമയത്ത് തന്നെ അവരുടെ ബോഡിയിൽ ഉണ്ടാവുന്ന മാറ്റം, ആ കുട്ടി വെളിയിലൊക്കെ വരുന്നെന്ന് പറയുന്ന ഒരു ശരീരത്തിലുണ്ടാവുന്ന വേദന, അല്ലെങ്കിൽ ശരീരത്തിൽ ആ സമയത്ത് ഉണ്ടാവുന്ന മൂവ്മെന്റ്സ്, ആ സമയത്ത് ശരീരത്തിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന കുറെ കാര്യങ്ങൾ ആക്ച്വലി ഉണ്ട്. അത് ഭയങ്കരമാ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഭയങ്കര നോളേജ് ഒന്നുമില്ല, പക്ഷെ മനസ്സിലാക്കിയോടത്തോളം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഒരു തരത്തിലും സിംപ്ലിഫൈ ചെയ്ത്, ഒരു തരത്തിലും ലഘൂകരിച്ച് പറയാൻ വേണ്ടി പറ്റുന്ന കാര്യമേ അല്ലത്. എന്തുദ്ദേശിച്ചു, വേറെ എന്തൊക്കെ കാര്യങ്ങൾ ഉദ്ദേശിച്ച് പറഞ്ഞതാണെങ്കിലും പറഞ്ഞു വരുമ്പോ ആ ഒരു വാചകങ്ങൾ അവിടെ ഉണ്ടായിരുന്നത് ഇങ്ങനെയാണ്. പണ്ടത്തെ കാലത്ത് ആളുകൾ വളരെ എൻജോയ് ചെയ്തിട്ട് വളരെ ആസ്വദിച്ചിട്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോസസ്സാണെന്നുള്ള രീതിയിൽ പറയുമ്പോൾ ശരിയാണ്, ആൾക്കാർ അത് കട്ട് ചെയ്തിട്ട് പോയിട്ടാണ് ഊക്ക് ചെയ്യുന്നുള്ളത്, ഓക്കെ. പക്ഷെ ആ ഒരു ഭാഗം പോലും പറഞ്ഞത് റോങ് അല്ലേ? കാരണം അന്നത്തെ കാലത്തുള്ള പ്രസവം എന്ന് പറയുമ്പോൾ അൺഹെൽത്തി ആയിട്ടുള്ള രീതി ആണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പണ്ടത്തെ കാര്യങ്ങൾ വൈറ്റാട്ടി സെറ്റപ്പ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ അൺഹെൽത്തി ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. കാരണം അന്ന് അതേ സാഹചര്യം ഉള്ളൂ. പക്ഷെ അന്നെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പല വയറ്റാട്ടികളും എന്താണ് ഈ ഈ എന്താണ് പ്രസവം എടുക്കാൻ വേണ്ടിട്ട് പോകുമ്പോ ആ സ്ത്രീയെ ചീത്ത വിളിക്കില്ലേ പലരും. അങ്ങനെയുണ്ട്, നല്ലവരും ഉണ്ട് കേട്ടോ, ഇല്ല എന്നല്ല. പക്ഷെ അന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള കാറ്റഗറി ഓഫ് ആൾക്കാരും ഉണ്ടായിരുന്നു. ചീത്ത വിളിക്കും, അങ്ങനെ കിടക്ക് വേണേ, തൊള്ളയിടല് വേണേ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ല. ഏ അപ്പൊ ആ വേദന അവർ അന്ന് അനുഭവിക്കണം. ഏ നല്ല വേദന. ആ പ്രോസസ്സ് തന്നെ കറക്റ്റായിട്ട് എടുത്തിട്ടുള്ളവരും ഓക്കെ. പക്ഷെ അതല്ലാതെ അത് നെഗറ്റീവായിട്ട് പോയിട്ടുള്ള എത്രയോ സാഹചര്യങ്ങൾ അന്ന് ഉണ്ടായിണ്ടാവില്ലേ? ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത, അതേപോലെ കുട്ടി എടുക്കുന്ന രീതി എങ്ങാനും പാളിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും എന്താ പറയുക, മറ്റേ വളരെ സയന്റിഫിക് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നതൊന്നും അല്ല. ആ നാച്ചുറൽ പ്രോസസ്സിനെ ബഹുമാനിക്കുന്നു, ഇല്ല എന്നല്ല. അതായത് അന്നത്തെ കാലത്ത് ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെയാണ്, അന്നത്തെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ബഹുമാനിക്കുന്നു. പക്ഷെ അത് ഗ്ലോറിഫൈ ചെയ്ത് പറയുന്നതിനോട് എനിക്ക് ആക്ച്വലി യോജിപ്പില്ല എന്നുള്ളതാണ്. അന്നത്തെ കാലത്തെ ആൾക്കാരുടെ ഒക്കെ ആ സമയത്തുള്ള മാനസികാരോഗ്യം എങ്ങനെയായിരിക്കും എന്നുള്ളത് ആലോചിച്ച് നോക്കൂ. ഏഹ് ആ കുട്ടിയെ കുറിച്ചിട്ട് ആൾക്കാർ കൺസേൺഡ് ആയിരിക്കും. പക്ഷെ ആ കുട്ടിയെ വയറ്റിൽ ചുമക്കുന്ന സ്ത്രീകളുടെ മാനസികാരോഗ്യത്തെ കുറിച്ചിട്ട് അന്നത്തെ ആൾക്കാർ കൺസേൺഡ് ആയിരുന്നോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഐ ഡോണ്ട് നോ.
ഈ വരുന്ന മൂഡ് സ്വിങ്സ്, എന്തിനു പറയണു, പ്രസവം കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. ഇപ്പൊ കുറെ ആൾക്കാർക്ക് അതിനെ കുറിച്ചിട്ടൊക്കെ അറിയാം, മെന്റൽ ഹെൽത്തിനെ കുറിച്ചിട്ടൊക്കെ കൃത്യമായ കുറെ ആൾക്കാർക്കൊക്കെ ധാരണയുണ്ട്. പക്ഷെ ധാരണയില്ലാത്ത ആൾക്കാർ ഇന്നത്തെ കാലത്തും ഉണ്ട്. ആഫ്റ്റർ ഡെലിവറി പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന സാഹചര്യമൊക്കെ അന്നും ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ഇതൊന്നും ആർക്കും അറിയില്ലല്ലോ. ഇതൊന്നും എളുപ്പമല്ല. അന്ന് ഇത്തരത്തിലുള്ള പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഒക്കെ വരുന്ന സമയത്ത് ഈ അന്നത്തെ ചികിത്സിക്കണമെങ്കിൽ ഇത് മനസ്സിലാക്കണം. ഇത് മനസ്സിലാവില്ല. ഇത് ആത്മഹത്യക്ക് കാരണമാകുന്നു, കുട്ടികളെ കൊല്ലാനുള്ള സാഹചര്യം ഉണ്ടാവുന്നു ഈ ഒരു ഡിപ്രഷൻ കാരണം. അപ്പൊ അന്നത്തെ കാലത്തെ ഡെലിവറിയെയും ആഫ്റ്റർ ഡെലിവറിയെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുമ്പോൾ കുറച്ച് എന്താ പറയാ, ഒന്ന് 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 ചിന്തിച്ച് ശ്രദ്ധിച്ച് പറയേണ്ടതുണ്ട്. കാരണം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ. ഒന്നാമത് അഖിൽമാരാരെന്ന് പറയുന്ന ഒരുപാട് ആളുകൾക്ക് അറിയാവുന്ന ഒരുപാട് ആൾക്കാർക്ക് പുള്ളിയെ ഇഷ്ടമാണ്. അപ്പോൾ ഒരു പ്ലാറ്റ്ഫോമിന്റെ അകത്ത് ഇരുന്നിട്ട് ഇത്രയും ആൾക്കാർ കാണാനുള്ള സാഹചര്യമുള്ള ഒരു പ്ലാറ്റ്ഫോമിന്റെ അകത്ത് ഇരുന്നിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ ഹ്യൂമൻസിനെ കുറിച്ച് കൺസേൺ ഉണ്ടായിരിക്കണം. പറയുമ്പോൾ ആളുകൾ എങ്ങനെ എടുക്കും, പറയുന്ന കാര്യങ്ങൾ സെൻസിറ്റീവ് ആണോ, അല്ലെങ്കിൽ ഇത് പറയുമ്പോൾ ആളുകൾക്ക് എങ്ങനെ കൊള്ളും, അത് ചിന്തിച്ച് വേണം കുറെ കാര്യങ്ങളൊക്കെ പറയാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. സീരിയസ്ലി വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ട് ഞാൻ പറയുകയാണ്. ശരിക്കും അതും കൂടി മനസ്സിലാക്കി അതും കൂടി മനസ്സിൽ വെച്ചിട്ട് വേണം ഓരോ കാര്യങ്ങൾ പറയാൻ. ഇപ്പൊ തന്നെ എന്താണ്, ഇപ്പൊ ഉണ്ണി വ്ളോഗ്സ് ഒക്കെ ഈ വീഡിയോ എടുത്ത് ചെയ്ത സമയത്ത് പുള്ളിയുടെ കമന്റ് ബോക്സ് ഒക്കെ നിങ്ങൾ എടുത്തു നോക്കൂ. അതിന്റെ അകത്ത് കുറെ സ്ത്രീകൾ വന്നിട്ട് അവർക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് ഇരുന്ന് പറയുന്നുണ്ട്. നമ്മളതൊക്കെ നമ്മളെല്ലാം വായിക്കണം, എല്ലാം അറിയണം, നമ്മൾ അറിയാൻ ശ്രമിക്കണം. അറിവാണ് സർവ്വധനാത് പ്രധാനം എന്നാ പറയുന്നത്. അപ്പൊ അത് വായിച്ചു നോക്കിയാൽ അറിയാൻ വേണ്ടി പറ്റും. ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ്, ബാഡ് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകള്, മാനസിക ബുദ്ധിമുട്ടുകള്, അതൊക്കെ ദിയ കൃഷ്ണയുടെ ആ പ്രഗ്നൻസി വീഡിയോന്റെ താഴെയും കുറെ ആക്ച്വലി പലരുടെയും എക്സ്പീരിയൻസ് പറഞ്ഞുകൊണ്ടുള്ള കമന്റുകൾ ഉണ്ടായിരുന്നു. ഞാനിരുന്ന് കുറെയൊക്കെ വായിച്ചിട്ടുണ്ട് കേട്ടോ. പലർക്കും പല പല അനുഭവങ്ങളാണ്. അതാ ഞാൻ പറഞ്ഞത്, പലർക്കും പല ശാരീരിക അവസ്ഥയാണ്, പലർക്കും പല മാനസിക ആരോഗ്യമാണ്. എല്ലാവർക്കും എല്ലാം തരണം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പൊ അന്നത്തെ കാര്യത്തെ വെച്ചിട്ട് ഇന്നത്തെ പറയുക എന്നൊക്കെ പറയുന്നത് അതിന് അതിൻ്റെതായ ഒരു താളം വേണം. സെൻസിറ്റീവ് ആയ കാര്യമായത് കൊണ്ട് തന്നെ അതിനൊക്കെ ഒന്ന് അച്ചടിച്ച് വെച്ച് കൃത്യമായി മര്യാദയ്ക്ക് പറയണം. അപ്പൊ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോഴും ഓൾറെഡി ഒരു സാധനം പറഞ്ഞ് ഭയങ്കരമായ നെഗറ്റീവായി നല്ല രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്ന ആ ഒരു സാഹചര്യത്തിൽ പിന്നെ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന സമയത്ത് വളരെ ഷോർട്ടായിട്ട് പറയാൻ ശ്രമിക്കുന്നത് ഉചിതം. കാരണം എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ആരും അത് വായിക്കാനൊന്നും നിൽക്കത്തൊന്നുമില്ല. കാരണം ഓൾറെഡി ഈ പറഞ്ഞു വെച്ച സാധനം കയ്യിൽ നിന്ന് പോയി. ഈ കയ്യിൽ നിന്ന് പോയിരിക്കുന്ന സമയത്ത് ആൾക്കാർക്ക് വിരോധം തന്നെ ഉണ്ടാവുക. വലിയ നോട്ടൊക്കെ എഴുതി വിട്ട് കഴിഞ്ഞാൽ അതിന്റെ താഴെ ആൾക്കാർ വന്ന് ചീത്ത വിളിക്കും. അവസാനം വീണ്ടും ഒരു വീഡിയോ ഇടേണ്ട സാഹചര്യം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ഒരു കാര്യം ഉദ്ദേശിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഉദ്ദേശിച്ച കാര്യം തന്നെ ആദ്യം വ്യക്തമായി പറയുകയാണെങ്കിൽ ഓക്കെ, അതങ്ങോട്ട് അതോട് തീർന്നു. അല്ലാണ്ട് ഇത് പലപ്പോഴായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് പണി കിട്ടുന്ന സമയത്ത് അത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അത് ആൾക്കാർ ആ രീതിയിൽ നിങ്ങൾക്ക് നിലപാടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു കളയും. അത് ആ വിമർശനത്തെ നിങ്ങൾ എടുക്കണം. മാരാർ ബ്രോ, നിങ്ങൾ എടുക്കണം, ആ വിമർശനത്തെ എടുക്കണം. അതേപോലെ തന്നെ ആൾക്കാർ നിങ്ങളുടെ പബ്ലിക്കിലേക്ക് പറയുമ്പോൾ അവിടെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസംസ് ഉണ്ടാവും. കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസംസ് ഉണ്ടാവുമ്പോൾ അത് ചിന്തിക്കുക, അത് തിരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. സോ മനസ്സിലാക്കുന്നു വിചാരിക്കണം. ദാറ്റ്സ് ഇറ്റ്.